ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു പുതിയ സ്നാക്കാണ് തയ്യാറാക്കുന്നത്, പിസ്സ പെട്ടി. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുതുപുത്തൻ ഐറ്റം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം നമുക്കൊരു ഡോ തയ്യാറാക്കണം. അതിനുവേണ്ടി 2.5 കപ്പ് മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ലെവലുള്ള ചൂടുവെള്ളം കൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ചായി ഒഴിച്ചിട്ട് വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിത് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൂരിമാവിനെ കുഴക്കുന്നില്ലേ, അതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്, കുറച്ച് ടൈറ്റ് ആയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3 മണിക്കൂർ നമുക്ക് എയർ ടൈറ്റുള്ള ഒരു പാത്രം കൊണ്ട് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഡോ നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വെക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ചെറിയ പീസുകളാക്കി ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടില്ല, ആ സമയത്ത് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ 2 മീഡിയം സൈസുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് വാട്ടിയെടുക്കാം. അധികമായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിൽ ഉള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വാട്ടിയെടുത്താൽ മതി. ഉള്ളി
ഉള്ളിയുടെ ഒരു പച്ചച്ചോയൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഉള്ളി. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ക്യാപ്സിക്കാണ്. ഇതൊരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മളെ ക്യാപ്സിക്കം ഉള്ളിയും ഒരു ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലെക്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ ഉള്ളി വാട്ടുന്ന സമയത്തും അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഞാൻ ഉപ്പിട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി എങ്ങനെയാണ് പിസ്സ ബോക്സ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസാക്കി നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ഒരു പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അധികം നൈസായിട്ടും പാടില്ല, അധികം തടിയിലും പാടില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ 2 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഒരു മൂടി കൊണ്ട് നമുക്കിതൊന്ന് റൗണ്ടായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് ഒലീവ്, അതിൻ്റെ മുകളിലായി കുറച്ച് മൊസറല്ല ചീസ്. വീഡിയോ കാണുന്നത് പോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇറച്ചിപ്പത്തലിൻ്റെ അറ്റം ചുരുട്ടുന്നത് പോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലിട്ട് നമ്മൾ പിസ്സ പെട്ടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സയുടെ അതേ ടേസ്റ്റിലാണ് ഈ സ്നാക്ക്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.